നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ എഴുതപ്പെട്ട ഒരു മഹാകാവ്യമാണ്, ഇതിഹാസ കാവ്യമാണ് രാമായണം. അതെഴുതിയ വാൽമീകി അന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. അന്ന് ഇതുപോലത്തെ ഒരു ഭരണവ്യവസ്ഥയല്ല, ജനാധിപത്യമില്ല, ഇത്രയും കൊള്ളക്കാരില്ല. ഏതെങ്കിലും രാജാവ് എന്തായാലും കൊള്ളത്തരം കാണിച്ചാലുള്ളൂ. പക്ഷേ രാജാക്കന്മാരെല്ലാം കൊള്ളക്കാരായിരുന്നില്ല, സത്യസന്ധരായിരുന്നു മഹാഭൂരിപക്ഷവും. ഇന്നത്തെ പോലെ ജനാധിപത്യത്തിലെ കൊള്ളസംഘമില്ലായിരുന്നു. എന്നിട്ടും വാൽമീകി പറഞ്ഞ ഒരു വാക്കുണ്ട്: ഭരിക്കുന്നവരെ നേർവഴിക്ക് നയിച്ചു കൊണ്ട് പോകുന്നത് ബുദ്ധിജീവികളുടെ ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ്. ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന സാംസ്കാരിക നായകരുടെ കർത്തവ്യമാണ് ഭരണകൂടത്തെ നേർവഴിക്ക് നയിക്കുക. ഇതാദ്യം പറഞ്ഞു വെച്ചത് വാൽമീകിയാണ്. പക്ഷേ ഇന്ന് ഭരണാധികാരികളെ പേടിച്ചിട്ട് ബുദ്ധിജീവികൾ മിണ്ടാതിരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ എം ലീലാവതി കുറേ വർഷം മുമ്പ് പറഞ്ഞു വെച്ചു. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് വെച്ചാൽ, സച്ചിദാനന്ദൻ മാഷ്, പ്രശസ്ത കവിയായിട്ടുള്ള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കൂടിയിട്ടുള്ള, സർക്കാരിൻ്റെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സച്ചിദാനന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്ഥാനം ഇറക്കി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ഒരു പിയൂണ് മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും അക്കാദമിയുടെ ചെയർമാനോ മറ്റാരെങ്കിലും അംഗങ്ങളോ ആരെങ്കിലുമാണ് സർക്കാരിനെതിരെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ 24 മണിക്കൂറിനകത്ത് കളയുമായിരുന്നു. പക്ഷേ ഇത് കളയാത്തത് സച്ചിദാനന്ദൻ മാഷായതുകൊണ്ടാണ്. കളഞ്ഞാൽ വീണ്ടും പണി കിട്ടും എന്നറിയാം, 8ൻ്റെ പണി കിട്ടുമെന്നറിയാം. അപ്പോൾ സമ്പന്നനും വരേണ്യവർഗ്ഗക്കാർക്കും വേറൊരു നിയമമാണ് ഇവിടെ. ക്യാപ്റ്റൻ മണിയമ്പിള്ള രാജുവിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്, പലതും നമ്മൾ കണ്ടതാണ്. പോട്ടെ, അത് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സച്ചിദാനന്ദൻ അങ്ങനെ പറഞ്ഞു. അതിനെ തുടർന്ന് സാറാ ജോസഫ് ടീച്ചർ പറയുന്നതിനകത്ത് വലിയ സീരിയസ് ആയിട്ടുണ്ട്. കാര്യം അവർ ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവുമ്പോൾ സ്വാഭാവികമായിട്ട് പിണറായി വിജയനും വരണ്ട, മോഡിയും വരണ്ട, ആം ആദ്മി പാർട്ടി വരണമെന്നല്ലേ അവർ പറയത്തുള്ളൂ. അത് അവർ പറഞ്ഞതിനെ വഴിക്ക് വയ്ക്കുക. സച്ചിദാനന്ദൻ പറയുന്നത് വളരെ സീരിയസ് ആണ്. ഇത് പറയുമ്പോഴാണ് മീരമാർ, KR മീരയെ പോലുള്ളവർ, ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക നായകരുടെ ഒരു ചരിത്രം പരിശോധിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കോൺഗ്രസിനെ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യമുള്ള, നാവെടുത്താൽ പിണറായി വിജയനെയൊക്കെ തെറി പറയുന്ന, കുറ്റം പറയുന്ന ഒരു സാഹിത്യകാരൻ ആരെന്ന് ചോദിക്കരുത്. ഞാൻ ഒരുപാട് സാഹിത്യകാരന്മാരെ കൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും പ്രഭാഷണങ്ങളും ക്ലാസ്സുകളിലും ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹിത്യകാരനുമായിട്ടൊരു യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പിണറായി വിജയൻ്റെ ദോഷത്തരങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ കുഴപ്പങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ വാദവരാതെ പറയുകയാണ്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം കൊള്ളാലോ, മിടുക്കനാണ്. പക്ഷേ അതൊരു കോൺഗ്രസ് അനുഭാവിയാണ്, മിടുക്കനാണല്ലോ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ, ഒരു വകുപ്പിൻ്റെ ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിൽ നിന്ന് ഇദ്ദേഹം എന്നെ പറഞ്ഞ സാഹിത്യകാരൻ ഇറങ്ങി വരുന്നു. ഞാൻ ചോദിച്ചു, സാർ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ വെറുതെ വന്നതാന്ന് പറഞ്ഞു. ഞാൻ അവിടെ തിരക്കപ്പെട്ട അദ്ദേഹം അവിടുത്തെ കമ്മിറ്റിയിലുണ്ട്. ഇതാണ് മലയാളി സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ നായകന്മാരുടെ ഇരട്ട മുഖം. അവർ ഒരു വശത്ത് തെറി പറയും, മറുവശത്ത് അകത്ത് കയറി എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകയും ചെയ്യും. ഈ തെറി തന്നെ സ്വകാര്യമായിട്ട്, തെറിയല്ല, ഈ നിരൂപണവും വിമർശനവും സ്വകാര്യമായിട്ട് പറയും, പരസ്യമായി പറയില്ല. കാര്യം പരസ്യമായി അക്കാഡമികൾ, ലളിത കലാ അക്കാദമി, സാഹിത്യ അക്കാദമി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ പിന്നെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ നമ്മുടെ എന്താണ് പാലക്കാടുള്ള സ്ഥാപനം, അങ്ങനെ തുടങ്ങി ഒരു 100 കണക്കിന് സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ, തൃശ്ശൂർ സാഹിത്യ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം ഒന്നുകിൽ അതിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ അതിൻ്റെ കൺവീനർ, അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് അംഗം, അല്ലെങ്കിൽ സമിതി അംഗം, അല്ലെങ്കിൽ ഫാക്കൽറ്റി. ഇതൊന്നുമില്ലെങ്കിൽ ഫാക്കൽറ്റി ആയിട്ടെങ്കിലും പ്രവർത്തിക്കാൻ അവസരമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പേപ്പർ അവിടെ നടക്കുന്ന ഏതെങ്കിലും സാഹിത്യ സൃഷ്ടിയുടെ അവാർഡ് കമ്മിറ്റിയിലെങ്കിലും വരും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി ഒരു സംഭവം നടന്നു. ഞാൻ ഒരിക്കൽ, ഇപ്പോൾ ആളിനെ പറയുന്നില്ല, ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൊരു വ്യക്തി, ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു വ്യക്തി ഞാൻ ഫോൺ ചെയ്തു. ഞാൻ ഗുരുദേവൻ്റെ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം ഫോൺ ചെയ്തപ്പോൾ എൻ്റെ പേര് കേട്ടപ്പോൾ, സുഭാഷ് ചന്ദ്രബോസ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കളപ്പോൾ നമ്മുടെ ആളാണല്ലേ. അപ്പോൾ അദ്ദേഹം ധരിച്ചു ഞാൻ ഈഴവ സമുദായത്തിൽ, ബോസ് എന്നൊക്കെ കേട്ടപ്പോൾ ഈഴവ സമുദായത്തിൽ ജനിച്ച ആളെന്ന് തോന്നി. അത് പറയാനല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പുസ്തകം എഴുതുകയാണോ? ഞാൻ പറഞ്ഞു, അല്ല സാർ, എനിക്ക് ചില ലേഖനങ്ങളും പുസ്തകമൊക്കെ എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ മറ്റ് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഇതൊന്നും എഴുതിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, താങ്കൾ കേരളത്തിൽ പുസ്തകം എഴുതുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതരുത്. ഗുരുദേവൻ്റെ ഒരു ആത്മീയതയും പറയേണ്ട കാര്യമില്ല. ഗുരുദേവൻ്റെ ഭൗതികമായി ഗുരുദേവൻ കാണിച്ച ബഹളങ്ങളും, ഗുരുദേവൻ അതീവ വലിയ, കാറൽ മാർക്സിനേക്കാൾ വലിയ വിപ്ലവകാരി എന്ന് വേണം താങ്കൾ പുസ്തകം എഴുതാൻ. കാരണം ഈ പുസ്തകങ്ങൾ വായിക്കുന്നത് കൂടുതൽ ഇടതുപക്ഷമാണ്, വാങ്ങിക്കുന്നത് കൂടുതൽ ഇടതുപക്ഷക്കാരാണ്. മാത്രമല്ല, നാളെ സാഹിത്യ അക്കാദമിയിൽ ആരുടെയും അവാർഡ് താങ്കൾക്ക് കിട്ടണമെങ്കിൽ താങ്കൾ ഒരു ഇടതുപക്ഷ ലൈനിൽ തന്നെ എഴുതണം. ഈ രോഗം തുടങ്ങി വെപ്പിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. EMS ആണ് കേരളത്തിൽ പുരോഗമന സാഹിത്യമെന്നും അധോഗമന സാഹിത്യമെന്നും മുതലാളിത്ത സാഹിത്യമെന്നും ബൂർഷ്വാ സാഹിത്യമെന്നും പെറ്റി ബൂർഷ്വാ സാഹിത്യമെന്നും സമൂഹത്തെ കൃത്യമായി രണ്ടായി ഡിവൈഡ് ചെയ്യുകയും
രണ്ടായി ഡിവൈഡ് ചെയ്തപ്പോൾ സംഭവിച്ചത് 3ആയി ഡിവൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോയി, കുറച്ച് പേർ വലതുപക്ഷത്ത് പോയി, വീണ്ടും വരുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നിഷ്പക്ഷമായി നിശബ്ദരായി. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. അവരാരും പിന്നെ വാതുറക്കാതായി. അതുകൊണ്ട് ഒരു കുഞ്ചൻ നമ്പ്യാരോ ഒരു എം കൃഷ്ണൻ നായരോ ഒരു എം എൻ വിജയനോ അല്ലെങ്കിൽ ഒരു സഞ്ജയനോ പോലുള്ളവർ ഒഴിച്ചാൽ കേരളത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളെ കൃത്യമായി പരുവപ്പെടുത്തുവാൻ, അതിനെ കൃത്യമായി കറക്റ്റ് ചെയ്യുവാനുള്ള സാഹിത്യകാരന്മാരോ സാംസ്കാരിക നായകരോ നാടക പ്രവർത്തകരോ ഒന്നും നമുക്കില്ലാത്ത ഗതികെട്ടൊരു സമൂഹമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു. മധുവിനെ കൊന്ന ആദിവാസി മധുവിനെ കൊന്നത് മുതൽ സ്ത്രീകളെ കുട്ടികളെയും വ്യാപകമായി കൊല്ലുന്നത് മുതൽ പോപ്സോ കേസ് മുതൽ ബലാത്സംഗം മുതൽ വളരെ വ്യാപകമായ രീതിയിൽ കേരള സമൂഹത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ നടക്കുന്നു. പക്ഷേ ഒരു കുഴപ്പത്തിനെയും എതിരെയും പ്രതികരിക്കാൻ, സർക്കാരിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഒരു സാഹിത്യകാരനും വാതുറക്കാറില്ല. ആരെങ്കിലും വാതുറന്നാൽ അവരെ സൈബർ ബുള്ളിങ് നടത്തി അവരെ കൊന്നിരിക്കും. എം ജി വാസുദേവൻ നായർ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു, ഇപ്പം ഞാൻ പറയില്ല. കാര്യം ആരോടാണിത് പറയുന്നത്? പൊട്ടന്മാരോടും ചെകിടന്മാരോടും അന്ധന്മാരോടും മോഹന്മാരോടും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പറച്ചിൽ നിർത്തി. സുഗതകുമാര ടീച്ചർ അവസാന കാലം വരെ പറയുമായിരുന്നു. പക്ഷേ അവസാനം അവർ പറഞ്ഞു, ആരോടാണിത് പറയേണ്ടത്? ഏതോ പൊട്ടന്മാരോടല്ലേ നമ്മളിത് പറയുന്നത്. അവരും പറച്ചിൽ നിർത്തി. ഒരു വശത്ത് പറഞ്ഞുകൊണ്ടിരുന്നവർ പറച്ചിൽ നിർത്തി, മറുവശത്ത് ഈ അപ്പക്കഷ്ണം കിട്ടുമോ എന്ന് നോക്കാൻ മീരമാർ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അശോകൻ ചരിവിലടക്കമുള്ള ആളുകളുണ്ട്. അശോകൻ ചരിവിലും പിന്നെ അബ്ദുൽ ഖാദറും പിന്നെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറും ഒക്കെ കൂടി നാണവും ഉളുപ്പും മര്യാദയും ഇല്ലാതെ ആരെ വീട്ടിൽ പോയിരിക്കുന്നു? സച്ചിദാനന്ദ മാഷിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു, ബിനോയ് വിശ്വം പോയിരിക്കുന്നു. നിങ്ങൾ മതനേതാക്കളെടുത്ത് പോകും പോലെ തന്നെയല്ലേ ഈ സാഹിത്യകാരന്മാർ സർക്കാരിനെ വിമർശിച്ച ഇനിയൊരു ഗവൺമെൻറ് വരരുതെന്ന് പറഞ്ഞ സാഹിത്യകാരൻ്റെ വീട്ടിൽ തുടർച്ചയായി ഗവൺമെൻറ് വരുന്നത്? അത് മോദി ആയാലും ഇവിടെ ആയാലും ആരായാലും തുടർച്ചയായി ഗവൺമെൻറ് വരുന്നത് പ്രശ്നമാക്കും എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ രാഷ്ട്രീയ നേതാക്കൾ പോയി സാഷ്ടാംഗം പ്രണമിക്കണം. അയ്യോ, അങ്ങ് പറഞ്ഞത് ഇതൊന്ന് മാറ്റി പറയണേ, അങ്ങ് എന്നിട്ട് പത്രസമ്മേളനം നടത്തണം. അങ്ങ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ചല്ല, മോദിയെക്കുറിച്ചാണ്, മറ്റ് രാജ്യത്തെക്കുറിച്ചാണ്, വെനിൻസുലയെക്കുറിച്ചാണ്, ഉഗാണ്ടയെക്കുറിച്ചാണ്, ക്യൂബയെക്കുറിച്ചാണ്, കേരളത്തെക്കുറിച്ചേ അല്ല എന്ന് പറയുന്നിടത്ത് എത്തി നിൽക്കുന്നു നമ്മുടെ സാംസ്കാരിക മണ്ഡലം. ഇതിൽ പരം അതപ്പതിക്കാനില്ല. എല്ലാവരും ക്യൂവിലാണ്. ബ്രെഡ് കിട്ടുന്നവർക്ക് ബ്രെഡ് കിട്ടും, ചിക്കൻ കിട്ടുന്നവർക്ക് ചിക്കൻ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാക്കൽറ്റി മുതൽ അംഗങ്ങളാകാൻ വരെയുള്ള സാധ്യതയുള്ളപ്പോൾ എന്തിന് സാധ്യതകളുടെ കലയായ ഈ പുതിയ രാഷ്ട്രീയ കാലത്ത് എന്തിന് വിമർശിക്കണം, എന്തിന് കുറ്റം പറയണം? എല്ലാവരും അടങ്ങി നിൽക്കുകയാണ്. ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്. ഈ പറയുന്ന സമിതികളിലും ഫാക്കൽറ്റിയായിട്ടും എന്തെങ്കിലും തരത്തിൽ 50 രൂപ കയ്യിൽ കിട്ടുമോ എന്ന് UGC സാലറി വാങ്ങി അതിൽ പെൻഷൻ പറ്റിയ സാഹിത്യകാരന്മാർ വരെ ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് പറയുക? നാടിനെക്കുറിച്ച് നാട്ടാരെക്കുറിച്ചും ഒന്നും പറയാനില്ല. അതിനേക്കാൾ എത്രയോ മഹത്താണ് ഇവിടുത്തെ പാവപ്പെട്ട ആദിവാസികളും കഷ്ടപ്പെടുന്ന ദളിത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുമൊക്കെ. ഒന്നുമില്ലെങ്കിലും അവർക്ക് അന്തസ്സെങ്കിലുമുണ്ട്.